തലശ്ശേരി ടാഗോർ വിദ്യാനികേതനിൽ നടക്കുന്ന പ്രാഥമിക് ശിക്ഷവർഗ് എന്ന RSS ക്യാമ്പാണിത്. യോഗ, നിയുദ്ധ, ദണ്ഡ, ദ്വന്ദ്വയുദ്ധം തുടങ്ങി നിയമം അനുശാസിക്കുന്ന പരിശീലനങ്ങളും പ്രാർത്ഥനയും ക്ലാസുകളും മാത്രമേ ഇവിടങ്ങളിൽ നടക്കുന്നുള്ളൂ എന്നാണ് RSS നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ ദീപാവലിക്ക് കണ്ണൂർ നഗരത്തിൽ നടത്തിയ റൂട്ട് മാർച്ചിൽ ഈ മുറകളെല്ലാം പ്രദർശിപ്പിച്ചിരുന്നു. ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ആർക്കും നേരിൽ കണ്ട് മനസ്സിലാക്കാമെന്നും RSS കാര്യകാര്യാംഗം വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ആയുധ പരിശീലനം നടക്കുന്നു എന്ന പ്രചരണം നടത്തിയിട്ട് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ ആർക്കും ഏത് സമയത്തും കടന്നു വരാം. ഇവിടെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവേശനമുള്ളതാണ് RSSൻ്റെ ക്യാമ്പുകൾ. കണ്ണൂരിൽ നടക്കുന്ന 3 ക്യാമ്പുകൾക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ നടപടി സംഘടനാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ക്യാമ്പിലൂടെ ജില്ലയിലെ 500ഓളം കുട്ടികൾ സംഘത്തിലേക്ക് ആകൃഷ്ടരാകുന്നതാണ് CPIMനെ ആശങ്കപ്പെടുത്തുന്നത്. ക്യാമ്പിനെതിരെയുള്ള CPIM നടപടികളെ പ്രതിരോധിക്കുമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ഇത് തടയാനുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ CPMൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായും അതുപോലെ തന്നെ ജനാധിപത്യപരമായും പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. സംസ്ഥാനത്തെ 43 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ക്യാമ്പുകൾ നടന്നിട്ടും കണ്ണൂരിൽ നിന്ന് മാത്രം പരാതി ഉയരുന്നതിന്റെ യുക്തി എന്തെന്ന് CPIM വ്യക്തമാക്കണമെന്ന് RSS നേതൃത്വം ആവശ്യപ്പെട്ടു. ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.